നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിരിക്കുന്നു സിപിഐഎം. തിങ്കളാഴ്ച വൈകുന്നേരം ചന്തക്കുന്നിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുക. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ യോഗം ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂരിലെ ജനങ്ങളെ PV അൻവർ വഞ്ചിച്ചെന്നും ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നുമാണ് നിലമ്പൂരിലെ സിപിഐഎം നേതാക്കളുടെ പ്രതികരണം. ഈ യോഗവുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളുമായി KT സ്വാലിഹ. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് PV അൻവർ MLA ഓരോ ദിവസവും പ്രചരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് നിലമ്പൂരിലെ CPIM നേതാക്കൾ, നിലമ്പൂർ ഏരിയ സെക്രട്ടറിയും എടക്കര ഏരിയ സെക്രട്ടറിയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. രണ്ടാം തവണ അൻവർ മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ പ്രചരണത്തിലെത്തിയില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിലെത്തിയില്ല എന്ന് അൻവർ ആരോപിച്ചിരുന്നു. എന്നാൽ അന്ന് LDF കൺവീനറായിരുന്ന A വിജയരാഘവനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നത്. കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ അഹോരാത്രം അധ്വാനിച്ചതിൻ്റെ ഫലം കൂടിയാണ് രണ്ടാം തവണ ജയിച്ചത്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു അസാന്നിധ്യം, MLAയുടെ അസാന്നിധ്യം മണ്ഡലത്തിലുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ പോയത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ വലിയ വിവാദമാക്കി മണ്ഡലത്തിൽ നിലനിർത്തുമ്പോഴാണ് അൻവർ രണ്ടാം തവണയും മത്സരിക്കാനെത്തുന്നത്. ഇത് പാർട്ടി പ്രവർത്തകർ കൂട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായാണ് വിജയമുണ്ടായത്. ഇത് മറക്കരുത് എന്ന് നേതാക്കൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നില്ല എന്ന ഒരു ആരോപണം, ഇത് CPIMൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി തടഞ്ഞു വെക്കുകയാണ് എന്നൊരു ആരോപണം അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത് തെറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹായം നൽകിയ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പങ്കുവെക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കാൻ CPIMൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം 7-ാം തീയതി നടക്കും, തിങ്കളാഴ്ച നടക്കും. നിലമ്പൂർ ചന്തക്കുന്നിൽ തന്നെയാണ് CPIMൻ്റെ പൊതുയോഗവും നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, TK ഹംസ, PK സൈനബ, നാസർ കൊളായി തുടങ്ങിയ നേതാക്കൾ ഈ വേദിയിൽ സംസാരിക്കും. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, അതോടൊപ്പം തന്നെ നഗരസഭാ ചെയർമാൻ തുടങ്ങിയവർ പങ്കെടുത്തിട്ടുണ്ട്. പൊതുവിൽ നിലമ്പൂരിലെ ഒരു സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ നിലമ്പൂരിൻ്റെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പറഞ്ഞത് കളവാണ്. ഇത് തിരുത്തണം, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതിൻ്റെ ഒരു ഭാഗമായാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്.